സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു. നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ. ഈ ഏട്ടനെയാണ് നമ്മൾ ഇന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ. വെറുതെ നടന്ന കിട്ടുന്ന 1 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 50,000 റുപ്യ കിട്ടുന്നുണ്ട്. നിങ്ങളെ കണ്ടിട്ടായിരിക്കും BM എടുത്തത്. ഇപ്പൊ ഞാൻ വണ്ടി പണിക്ക് കിട്ടുന്നതാണ്. അതിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി എല്ലാ വണ്ടിയും കാണിച്ചാൽ ഞാൻ വണ്ടിയുടെ വീഡിയോ ആണെങ്കിൽ ഞാൻ കാണിച്ചാൽ ഇവിടെ മല്ലു മലയാളി യൂട്യൂബ് ചാനൽ സുജിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളുടെ ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലാണ് സുജിൻ്റെ ഇത്. അവരുടെ കുടുംബസമേതമുള്ള വളരെ മനോഹരമായിട്ടുള്ള കണ്ടൻറ്റുകളും കാര്യങ്ങളുമായിരുന്നു ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നത്. നിരവധി പ്രശ്നങ്ങളും അവരുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും ചെറിയ വീടൊക്കെ കാണിച്ചിട്ടായിരുന്നു അവർ തുടക്കത്തിൽ വീഡിയോസ് ചെയ്തിരുന്നത്. ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടായിരുന്നു അവർ പണ്ട് വീഡിയോസ് ചെയ്തിരുന്നത്. എന്നാൽ അവർ ഇപ്പോൾ ഒരു പുതിയ വീട് വെച്ചു വളരെ നല്ല രീതിയിൽ പോവുകയാണ്. ഇപ്പം നിരവധി സഹായങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതും അവരുടെ വീഡിയോയിലൂടെ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കോൺട്രവേഴ്സികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ഒരു സഹായത്തിന് പിന്നിൽ അവർ ചില പരസ്യങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നീ പാവങ്ങളടുത്ത് കരുണ കാണിക്കുമ്പോൾ മേലെയുള്ളത് നിന്റെ അടുത്ത് കരുണ കാണിക്കും. അങ്ങനെയൊക്കെ ഓരോ ഡയലോഗ് ഉണ്ടല്ലോ. അത് സത്യമാണ്. കാരണം എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ എത്രത്തോളം പാവങ്ങൾക്ക് പൈസ കൊടുക്കുന്നു അതിൽ കൂടുതൽ ദൈവം എനിക്ക് വാരിക്കോരി തരുന്നുണ്ട്. അതിന് എങ്ങനെ നന്ദി പറഞ്ഞ ദൈവത്തിനോട് പറയണ്ട. എന്തോ അതൊക്കെ ഇവിടെ നിന്നാണ്. അതായത് ഈ മല്ലു ഫാമിലി എന്നുള്ള ഈ തട്ടെന്ന് ഇവിടുന്ന് തുടങ്ങിയതാണ് എന്റെ ഓരോ ചുവട് വെപ്പുകളും. ഞാൻ ഇന്നിപ്പോ ഷോർട്സിന്റെ വീഡിയോസിൽ ഞാൻ ഇതുപോലെ കമന്റ്സ് ഉണ്ടോ സുജന ഞാൻ കുഞ്ചൂസിന്റെ കല്യാണത്തിനാണ് സുജന കാണുന്നത്. അന്നത്തെ സുജിനും ഇന്നത്തെ ഞാനും തമ്മിൽ ഒരുപാട് മാറ്റം. അത് സുജിൻ പറഞ്ഞത് ശരിയാണ്. ഇവരുടെ യൂട്യൂബിന്റെ തുടക്കത്തിൽ ആരംഭത്തിൽ വളരെയധികം എന്താ പറയുക മോശമായിട്ടുള്ള ദാരിദ്ര്യ ചുറ്റുപാടുകളിലാണ് ഞങ്ങൾ ജീവിച്ചത് എന്ന് പറഞ്ഞിട്ട് വളരെ ദാരിദ്ര്യവും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ചാനലായിരുന്നു ഇവരുടേത്. എന്നാൽ ഇപ്പോൾ അവർ കുറേ മോട്ടിവേഷൻസ് അതുപോലെ തന്നെ കുറേ നന്മ മരങ്ങൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ചില ആപ്പുകളെയും ഗെയിംസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇതുവഴി ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട് അവർ. അതുപോലെ തന്നെ ഒരുപാട് സാധുജനങ്ങളെ അവരെന്ത് ചെയ്യുന്നുണ്ട്, മൂഞ്ചിക്കുന്നുണ്ട്, പറ്റിക്കപ്പെടുന്നുണ്ട്. കാരണം ഇവരെ പോലെയുള്ള നല്ല യൂട്യൂബേഴ്സാണ്, ഇവർ നല്ല ആളുകളാണെന്ന് വിചാരിച്ച് ഇവർ പറയുന്ന പ്രൊമോഷൻ വീഡിയോസ് വിശ്വസിച്ച് പല ആളുകളും പണം നിക്ഷേപിക്കുന്നു. പിന്നീട് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും കടം കയറി ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഇവർ പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. 500 രൂപ 3000 രൂപ കിട്ടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു മാസം ഒരു 50,000 രൂപ കിട്ടിയാൽ ഇപ്പൊ എനിക്കായിട്ട് പറഞ്ഞേ എനിക്ക് കോടീശ്വരനാവണം അല്ലെങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഉണ്ടാക്കാവേ ഉള്ളൂ. കാരണം അതിനുള്ളൊരു മുന്നിൽ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമിന്റെ കയ്യിലുണ്ട്. എനിക്ക് എന്തും കിട്ടും. ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാല് എത്ര റുപ്യ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടികൾ ആരെയും കണ്ണഞ്ചിക്കുന്ന ലൈഫ് സ്റ്റൈലുകളാണ് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രദർശിപ്പിക്കുന്നത്. ആളുകളെ സഹായിക്കുന്നു, BMW കാർ എടുക്കുന്നു, പുതിയ ജീവിത രീതി, ഇതെല്ലാം ആകർഷിച്ചുകൊണ്ട് പല ആളുകളും ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അവർ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇത്തരത്തിൽ പണം എങ്ങനെ ഇരട്ടിക്കാം എന്ന് സാധിക്കുന്ന ചില ഗെയിമിംഗ് ആപ്പുകളും ബൈറ്റുകളും ഒക്കെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഇവർ ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ട്. ഇത് വിശ്വസിച്ച് സാധു ജനങ്ങളുണ്ട്, ഇവരെ ഫോളോവേഴ്സും. ഇവരെ വിശ്വസിച്ച് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പെട്ടുപോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ജനങ്ങളോട് ചെയ്യുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. ഇത്തരം ആളുകൾ ചെയ്യുന്നത് വലിയ ദ്രോഹമാണ്. കാരണം അവരുടെ സമ്പാദ്യവും കാര്യങ്ങളെല്ലാം ഇവരെ പോലെയുള്ള ആളുകളെ ലൈഫ് സ്റ്റൈലിൽ പിന്തുടർന്നുകൊണ്ട് സമ്പാദ്യങ്ങളെല്ലാം നിക്ഷേപിക്കുമ്പോൾ ലാസ്റ്റ് അവസാനം അവർ വട്ടപൂജ്യമായിട്ട് വീണ്ടും അതമ്പതിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇവർ ചെയ്യുന്ന ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിന് അവരൊരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ചിലവരിപ്പോ പറയും സുജിനെ റീൽസ്, ഞാൻ തൊട്ടുപോലെ പറഞ്ഞു റീൽസ് എടുത്ത് എന്തെങ്കിലും കാണിക്കണമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ആ കിട്ടുന്ന പൈസ ഒരു പങ്കെടുത്ത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇത്തരത്തിൽ ആളുകളെ സഹായിക്കുന്നുണ്ട് ഒരു വശം, അതുപോലെ തന്നെ ആളുകളെ പറ്റിക്കുന്നുണ്ട്.
നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തകർ ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകൾ ജീവകാരുണ്യ പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് ഉഡായിപ്പുമായിട്ട് വന്ന് നിരവധി ആളുകളെ പറ്റിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ.